കേരളത്തിൻ്റെ ആരാധ്യനായ ഗവർണർ, കേരളത്തിൻ്റെ ബഹുമാന്യായ മുഖ്യമന്ത്രി, കേന്ദ്ര ഷിപ്പിംഗ് ആൻഡ് പോർട്ട് വാട്ടർവേസ് മിനിസ്റ്റർ സർബാനന്ദ സോനോവാൾ, കേന്ദ്രമന്ത്രിമാരായ ശ്രീ സുരേഷ് ഗോപി, ശ്രീ ജോർജ് കുര്യൻ, പിന്നീട് കേരളത്തിലെ പോർട്ട് മിനിസ്റ്റർ, കേരളത്തിലെ ഈ ജില്ലയിൽ തന്നെയുള്ള മന്ത്രിമാരായിട്ടുള്ള ശ്രീ വി ശിവൻകുട്ടി, ശ്രീ ജി ആർ അനിൽ, മത്സ്യ വകുപ്പിൻ്റെ ചുമതല വഹിക്കുന്ന ശ്രീ സജി ചെറിയാൻ, പിന്നീട് പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ, എം പിമാരായ ശശി തരൂർ, അഡ്വക്കേറ്റ് അടൂർ പ്രകാശ്, എ എ റഹീം, അഡ്വക്കേറ്റ് എൻ വിൻസെൻ്റ് എം എൽ എ, അദാനി ഗ്രൂപ്പ് ചെയർമാൻ ശ്രീ ഗൗതം അദാനി, ആരാധ്യയായ മേയർ ആര്യ രാജേന്ദ്രൻ, മുൻ കേന്ദ്രമന്ത്രി ശ്രീ രാജീവ് ചന്ദ്രശേഖർ, കരൺ അദാനി, ഇത്രയും പേരുടെ പേരാണ് ഞങ്ങൾ കേന്ദ്രത്തിലേക്ക് അയച്ചു കൊടുത്തിരിക്കുന്നത്. ഇതിലാരൊക്കെ വേദിയിൽ സംസാരിക്കണമെന്നും ഡയസിലിരിക്കണമെന്നും എല്ലാം തീരുമാനിക്കുന്നത് പ്രധാനമന്ത്രിയുടെ ഓഫീസാണ്. അതവർ നിർദ്ദേശിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ സാധാരണഗതിയിൽ പ്രധാനമന്ത്രി പ്രസംഗിക്കുന്ന വേദിയിൽ 6 പേര് അല്ലെ 7 പേരിൽ കൂടുതൽ വേദിയിൽ പ്രസംഗിക്കാൻ അനുവദിക്കില്ല. സമയം 11 മണിക്ക് ആരംഭിച്ചാൽ 1.5 മണിക്കൂറിനുള്ളിൽ എല്ലാം തീർന്നിരിക്കണം. അങ്ങനെയാണ് നിഷ്കർഷിച്ചിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ അയച്ചു കൊടുത്ത പേര് പരിശോധിച്ച് കൃത്യമായി തിരിച്ച് പ്രൈം മിനിസ്റ്റർ ഓഫീസിൽ തരുന്ന മെസ്സേജിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കാര്യത്തിൽ സ്റ്റേജിൽ പ്രസംഗിക്കുന്നവരുടെ പേരും ഇരിക്കേണ്ടവരുടെ പേരും പ്രത്യേകമായി തരും. അതനുസരിച്ചത് പരസ്യപ്പെടുത്തും. ഇനി തുറമുഖവുമായി ബന്ധപ്പെട്ട് പല രൂപത്തിലുള്ള വാദങ്ങളും അവകാശവാദങ്ങളും ഒക്കെ ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു സന്ദർഭമാണ്. അതുകൊണ്ട് തന്നെ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ആശയത്തിന് തുടക്കം കുറിക്കുന്നത് 96 അധികാരത്തിൽ വന്ന നയനാർ ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ ഒരു കമ്മീഷൻ നിയോഗിച്ചുകൊണ്ടാണ് പഠനം നടത്താൻ നിർദ്ദേശിക്കപ്പെട്ടത്. ആ റിപ്പോർട്ട് ആ ഗവൺമെൻറ്റിന് കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞില്ല. തുടർന്ന് പിന്നീട് ആ റിപ്പോർട്ട് വരികയും അത് കൈകാര്യം ചെയ്യും. വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീ പോർട്ട് ആദ്യമായി ഉദ്ഘാടനം ചെയ്തത് 2010 ഓഗസ്റ്റ് മാസം 11-ാം തീയതി ബഹുമാനപ്പെട്ട അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ വി എസ് അച്യുതാനന്ദനാണ്. അതിൽ അധ്യക്ഷത വഹിച്ചത് അന്നത്തെ തുറമുഖ വകുപ്പ് മന്ത്രിയായിരുന്ന ശ്രീ എം വിജയകുമാർ. അന്നതിൽ അവിടുത്തെ MLA ആയിരുന്ന ജോർജ് മേഴ്സിയർ ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുത്തിരുന്നു. പ്രതിപക്ഷത്തു നിന്ന് എല്ലാ ആളുകളും ഉണ്ടായിരുന്നു. അങ്ങനെയാണ് വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീ പോർട്ട് ആദ്യമായി ഉദ്ഘാടനം ചെയ്തത്. അതിനുശേഷം ആ ഗവൺമെൻറ് തന്നെ അത് ടെൻഡർ ചെയ്തു. ടെൻഡർ ചെയ്ത നടപടിക്രമങ്ങളിൽ ചൈനീസ് കമ്പനിയോട് ബന്ധപ്പെട്ട് വന്നപ്പോൾ ആദ്യത്തെ ടെൻഡർ നടപടിക്രമങ്ങളിൽ വന്ന കമ്പനിയെ നിരാകരിച്ചു. കേന്ദ്ര അനുമതി തന്നില്ല. അന്ന് കേന്ദ്രത്തിൽ പ്രതിരോധ മന്ത്രിയായിരുന്നു ബഹുമാനായിരുന്ന AK ആൻ്റണി. അതിനനുമതി തന്നിരുന്നില്ല. രണ്ടാമത് വീണ്ടും ടെൻഡർ ചെയ്തു. ആന്ധ്രയിലെ ഒരു കമ്പനി കോട്ട് ചെയ്തു. ആ കമ്പനി നിങ്ങൾക്കെല്ലാം അറിയാം. ആ കമ്പനി കോട്ട് ചെയ്ത് അത് ഉറപ്പിക്കുന്ന ഘട്ടം എത്തിയപ്പോൾ അതിനെതിരെ ഒരു ഡിസ്പ്യൂട്ട് റേസ് ചെയ്തു കോടതിയിൽ വന്ന വ്യവഹാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ കമ്പനി അത്തരൊരു കേസുമായി മുന്നോട്ട് പോകാൻ താല്പര്യപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ കമ്പനി പിന്തിരിഞ്ഞു. പിന്നീട് ആ ഗവൺമെൻറ് പോയതിന് ശേഷം ബഹുമാനായ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വമുള്ള ഗവൺമെൻറ് വന്നു. ആ ഗവൺമെൻറ് കാലഘട്ടത്തിൽ കേരളത്തിൽ വളർന്നു വന്ന പ്രക്ഷോഭ സമരങ്ങൾ, പ്രത്യേകിച്ച് തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് LDF ആയിരുന്നു വലിയ പ്രക്ഷോഭ സമരങ്ങൾ നടത്തിക്കൊണ്ട് ശ്രീ പിണറായി വിജയൻ ആദ്യ കണ്ണിയായും പന്ന്യൻ രവീന്ദ്രൻ അവസാന കണ്ണിയായും മനുഷ്യച്ചങ്ങല വരെ തീർത്തുകൊണ്ട് സമരം ഈ കാലഘട്ടത്തിൽ വളർന്നു വന്നിരുന്നു. DYFI മാർച്ച് സംഘടിപ്പിച്ചിരുന്നു രാജ്ഭവനിലേക്ക്. ഇങ്ങനെ വിവിധ പ്രക്ഷോഭ സമരങ്ങൾ വളർന്നു വന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഉമ്മൻചാണ്ടി ഗവൺമെൻറ് അവസാന കാലഘട്ടത്തിൽ പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷനായി ഈ പ്രോജക്റ്റിന് അദാനിയുമായി ചർച്ച ചെയ്ത് കരാറുണ്ടാക്കിയത്. ആ കരാറ് അതിൻ്റെ ഉള്ളടക്കം നമുക്ക് യോജിക്കാൻ കഴിയാത്ത ചില കണ്ടീഷനെല്ലാം ഉണ്ടായിരുന്നു. ആ കണ്ടീഷൻ വന്നപ്പോൾ ആ കണ്ടീഷനെ ആ കാലഘട്ടത്തിൽ തുറന്നു കാണിച്ചത് തെറ്റാണ്. അതേസമയത്ത് കരാർ ഉറപ്പിച്ച് വോട്ടുണ്ടാവണം എന്ന ആശയം മുൻനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്തു. തറക്കല്ലിട്ടു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ
കാര്യമായി ഒന്നും ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. 2016 പിണറായി വിജയൻ ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ ഈ പോർട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ തീരുമാനിച്ചു. ആ കരാർ പൊളിക്കുന്നതിൻ്റെ ഉള്ളടക്കം മാത്രം പൊളിച്ചെഴുതുന്ന കാര്യം, അതേസമയത്ത് അദാനിയായിട്ടുള്ള കരാർ മാറ്റേണ്ടതില്ല, തുറമുഖം ഉണ്ടാവണമെന്ന ആശയവുമായി LDF ഗവൺമെൻറ് മുന്നോട്ട് പോയി. ആ ഗവൺമെൻറ് ഈ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള കരാർ അനുസരിച്ച് മൊത്തം 8,867 കോടി രൂപയാണ് പ്രോജക്റ്റ്. അതിൽ 5,595 കോടി സംസ്ഥാന ഗവൺമെൻറ്റും 2,454 കോടി രൂപ അദാനിയും. ഇതാണ് കരാറിലെ നിർമ്മാണത്തിൻ്റെ 63% സംസ്ഥാന ഗവൺമെൻറ്റും 28% അദാനിയും. ഇതാണ് ഫസ്റ്റ് ഫേസിൻ്റെ കരാറിലെ ഉള്ളടക്കം. ആദ്യം ഉണ്ടാക്കിയ കരാറിൻ്റെ തീയതി അനുസരിച്ച് നടപ്പാക്കാൻ കഴിയാത്ത സാഹചര്യങ്ങൾ വന്നു. പിന്നീട് ആ കരാറിൽ സമയത്തിന് മാറ്റം വരുത്തി. ഒന്ന്, റോ മെറ്റീരിയലിൻ്റെ അഭാവത്തിൽ വിഷമങ്ങൾ സൃഷ്ടിച്ചു. അത് സംസ്ഥാന ഗവൺമെൻറ് മുൻകൈ എടുത്ത് അതിന് പരിഹാരം കണ്ടു. 2, അതിനുശേഷം ഓഖി ദുരന്തം വന്ന് വലിയ പ്രതിസന്ധിയും പ്രയാസവും സൃഷ്ടിച്ചു. നമുക്ക് നിർമ്മാണ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തൊരു ഘട്ടം വന്നു. അതിനെ അതിജീവിച്ചു. അതിനുശേഷം 2018 മഹാപ്രളയം വന്നു, നമ്മുടെ ഈ നിർമ്മാണ പ്രവർത്തനത്തെ ബാധിച്ചു. പിന്നീട് വന്നത് 2019 വെള്ളപ്പൊക്കം പ്രയാസമായിട്ട് വന്നു. ഇതിനൊക്കെ പുറമെയാണ് പിന്നീട് ഏറ്റവും വലിയ മഹാമാരി, രാജ്യത്തെയും ലോകത്തെയും വേട്ടയാടിയ രൗദ്രഭാവം പൂണ്ട കോവിഡ് വന്നത്. ആ കോവിഡിൻ്റെ പശ്ചാത്തലത്തിലും നിർമ്മാണ പ്രവർത്തനം തടസ്സപ്പെട്ടു. ഇത്തരം ഒരു ഘട്ടത്തിൽ ആ വിഷമങ്ങളെല്ലാം സഹിച്ചു, അതിനെല്ലാം അതിജീവിച്ച് മുന്നോട്ട് വന്ന് വീണ്ടും ഈ കാര്യത്തിൽ നമ്മൾ പ്രയാണം തുടർന്നു. അപ്പോഴാണ് ഒരു വലിയ സമരം വന്നത്. നിങ്ങൾക്കറിയാം, ആ സമരം രണ്ടാം വിമോചന സമരം എന്ന രൂപത്തിലായിരുന്നു ആ സമരം വളർന്നു വന്നത്. വലിയ രൂപത്തിൽ എത്രയോ ദിവസം നീണ്ടു നിന്ന് പോലീസ് അവസാനം എത്രയോ സമയത്തതയോടെയും സഹിഷ്ണുതയോടെയും സംയമനത്തോടെയും സംസ്ഥാന ഗവൺമെൻറ് സമീപിച്ചതിൻ്റെ ഫലമായിട്ടാണ് ആ ഇരമ്പിയാർത്ത് വന്ന സമരം, രണ്ടാം വിമോചന സമരം. പല രാഷ്ട്രീയ പാർട്ടികളും അതിൻ്റെ പിന്നിൽ കൂടി അത് നിർത്തിവെക്കണമെന്ന് UDFൻ്റെ ഭാഗത്തു നിന്ന് ആവശ്യപ്പെട്ടു. ഇതെല്ലാം വന്നിട്ടും ഗവൺമെൻറ് അത് നിർത്തിവെക്കാതെ ഇച്ഛാശക്തിയോടുകൂടി, സഹിഷ്ണുതയോടുകൂടി, സംയമനത്തോടുകൂടി ആ സമരത്തെയൊക്കെ അതിജീവിച്ച് വീണ്ടും നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ബഹുമാനപ്പെട്ട കോടതിയും ഈ കാലഘട്ടത്തിൽ നിർമ്മാണ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ അനുമതി തരികയാണ് ഉണ്ടായത്. അങ്ങനെ നടത്തിയ നല്ല രൂപത്തിലുള്ള ശ്രമകരമായ നീക്കത്തിൻ്റെ ഫലമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ നമ്മൾ ആഗ്രഹിച്ച രൂപത്തിൽ 2024 ജൂലൈ മാസത്തിൽ ട്രയൽ റൺ ആരംഭിച്ചത്. ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയായിരുന്നു ട്രയൽ റൺ ഉദ്ഘാടനം ചെയ്തത്. ആ ട്രയൽ റൺ 3 മാസം പൂർത്തീകരിക്കുമ്പോൾ നാം ആഗ്രഹിച്ചതിൽ കൂടുതൽ അതിൽ ഷിപ്പുകൾ വന്നു. ട്രാൻസ്ഷിപ്മെൻറ്റ് കണ്ടെയ്നർ എന്ന രൂപത്തിൽ പോർട്ട് വളരെ വേഗം മുന്നോട്ട് പോകുന്ന സാഹചര്യമുണ്ടായി. 2024 ഡിസംബർ മാസം 3-ാം തീയതി കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ബന്ധപ്പെട്ട അതിൻ്റെ സാങ്കേതിക വിദഗ്ധരും ചുമതലക്കാരും ഞങ്ങളുടെ ഓഫീസിൽ വന്ന് ഞങ്ങൾക്ക് കൈമാറുകയുണ്ടായി കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ്. അങ്ങനെ നമ്മൾ ആഗ്രഹിച്ച രൂപത്തിൽ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ഡിസംബർ 3-ന് ലഭിച്ചു. അതിനുശേഷം ഇന്നേ വരെയുള്ള ബിസിനസ് അടിസ്ഥാനത്തിൽ നടന്നിട്ടുള്ള ഷിപ്പ് വന്നു പോകൽ ഉൾപ്പെടെ എടുത്തപ്പോൾ ഇപ്പോൾ 285 ഷിപ്പുകൾ വന്നു കഴിഞ്ഞിരിക്കുന്നു. 285 ഷിപ്പുകൾ വരുമ്പോൾ അതിൽ 5,93,000 TEU കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞിരിക്കുന്നു എന്നത് അഭിമാനകരമായ ഒരു മുഹൂർത്തമാണ്. അത് നമ്മൾ പ്രതീക്ഷിച്ചതിൽ കൂടുതലുള്ള മുന്നേറ്റമാണ്. ഫെബ്രുവരി മാസത്തിലും മാർച്ച് മാസത്തിലും വന്ന ഷിപ്പുകളുടെയും കണ്ടെയ്നറുകളെയും കൈകാര്യം ചെയ്യുമ്പോൾ നമ്മുടെ രാജ്യത്തിലെ നമ്പർ 1 തുറമുഖമായി കണക്കുകൾ മാറിക്കഴിഞ്ഞു. ഒപ്പം ഈ വന്ന ഷിപ്പുകളിൽ സാൻ ഫെർണാണ്ടോ എന്ന കപ്പലായിരുന്നു ആദ്യം വന്നത്. ആ കപ്പൽ മുതൽ ഏറ്റവും കൂറ്റൻ കപ്പൽ അവസാനം വന്നത് MSCയുടെ ടർക്കിയാണ്. 399.99 മീറ്റർ നീളവും 62.4 മീറ്റർ വീതിയുമുള്ള കൂറ്റൻ കപ്പലാണ് വന്നെടുത്തത്. ആ ഷിപ്പ് വന്നിട്ട് പോലും ഇവിടെ അടുക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായില്ലെന്ന് മാത്രമല്ല 800 മീറ്റർ ബർത്താണ് നമുക്കുള്ളത്. അതേസമയത്ത് തന്നെ 2 ഷിപ്പുകൾക്ക് വന്ന് കിടന്ന് ഒരേ സമയം ആ കണ്ടെയ്നർ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന രൂപത്തിലേക്ക് അത് മാറി തീർന്നിരിക്കുന്നു. അപ്പോൾ ഏറ്റവും വലിയ ഈ കൂറ്റൻ കപ്പലിവിടെ വന്നപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത് ഇതുവരെ കൊളംബോയിലോ ദുബൈയിലോ പോലും വരാത്ത MSCയുടെ ഷിപ്പ് ഇവിടെ വന്നു എന്നത് ഈ തുറമുഖത്തിൻ്റെ പ്രകൃതിദത്തമായ സൗന്ദര്യവും സൗകര്യവും നമുക്കേറെ പ്രയോജനകരമായി മാറി
അത് പൊതുവെ MSC പോലുള്ള ഷിപ്പിംഗ് കമ്പനികൾ അംഗീകരിക്കപ്പെട്ടു എന്നുള്ളതാണ്. ഏതാണ്ട് 18 മീറ്റർ മുതൽ 20 മീറ്റർ വരെ ആഴം നമ്മുടെ വിഴിഞ്ഞത്തുണ്ട്. അവിടെ ഉള്ള സവിശേഷ സാഹചര്യം അതിൻ്റെ അടി പാറയാണ് എന്നുള്ളതാണ്. അതെന്തുകൊണ്ടെന്നാൽ മറ്റ് തുറമുഖങ്ങളൊക്കെ തന്നെ വലിയ ഷിപ്പുകൾ വന്ന് പോകുമ്പോൾ ഡ്രഡ്ജിങ് നടത്തിക്കൊണ്ടാണ് വീണ്ടും ഷിപ്പുകൾ വരാനുള്ള സൗകര്യം ഉണ്ടാകുക. ഇവിടെ നമുക്ക് ഡ്രഡ്ജിങ് നടത്താതെ തന്നെ ഈ പ്രകൃതിദത്തമായ സൗകര്യമുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ വിഴിഞ്ഞം മറ്റ് ഇതര തുറമുഖങ്ങൾക്കില്ലാത്ത പ്രകൃതി സൗകര്യങ്ങൾ പ്രയോജനകരമായി തന്നിരിക്കുന്നു എന്നതാണ് അനുഗ്രഹീതമായ ഘടകമായി രൂപാന്തരപ്പെടുന്നത്. അപ്പോൾ ഇതുവരെയുള്ള 285 ഷിപ്പുകളും 5,93,000 കണ്ടെയ്നറുകളും എന്ന് പറയുന്നത് അഭിമാനകരമായ ഒരു സാഹചര്യമാണ്. അപ്പോൾ ഇത്തരത്തിൽ ഇവിടെ വന്നിറങ്ങുന്ന ഈ കണ്ടെയ്നറുകൾ ഇന്ത്യയിലെ വിവിധ തുറമുഖങ്ങളിലേക്കും അതുപോലെ നമ്മുടെ രാജ്യത്തിന് വെളിയിലേക്കും ഇവിടുന്ന് പോകുന്ന സാഹചര്യം. ഇപ്പോൾ കൽക്കട്ടയും ഗുജറാത്തും വിശാഖപട്ടണവും മുംബൈയും ഒക്കെ നമ്മുടെ ഇവിടുന്നാണ് ഇപ്പോൾ ഈ കണ്ടെയ്നറുകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കേറെ അഭിമാനിക്കാൻ വക നൽകുന്നു. നമ്മുടെ കമ്മീഷൻ ചെയ്യുന്നതിന് മുമ്പുള്ള സമയത്ത് തന്നെ നമ്മൾ ആഗ്രഹിച്ചതിനേക്കാൾ കൂടുതൽ മുന്നോട്ട് പോകാൻ കഴിയുന്നു എന്ന കാര്യം. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു സാഹചര്യം നിലനിൽക്കുമ്പോൾ ഒന്നാം ഘട്ടത്തിൻ്റെ അവശേഷിച്ച ഒരു പ്രശ്നം നമ്മുടെ VGF ലഭിക്കുക എന്നുള്ളതായിരുന്നു. VGF കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ധനമന്ത്രാലയത്തിൻ്റെ എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ എംപവേർഡ് കമ്മിറ്റി ശുപാർശ ചെയ്തിരുന്നു. നമുക്ക് ഇത് അർഹതപ്പെട്ടതാണ്. 817.80 കോടി രൂപ. 1411 കോടി രൂപ തൂത്തുക്കുടിക്ക് കൊടുക്കുമ്പോൾ അതിൽ ലോണായിരുന്നില്ല, ഗ്രാൻഡായിരുന്നു. അതേസമയത്ത് നമുക്ക് 817.80 കോടി രൂപ തരുമ്പോൾ അത് ലോണായിട്ടേ തരൂ എന്ന് കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ നിർമ്മലാ സീതാരാമന് കത്തയച്ചിരുന്നു, ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്ക് കത്തയച്ചിരുന്നു. പക്ഷേ അനുകൂലമായ മറുപടി ഉണ്ടായില്ല. വീണ്ടും ലോണെന്ന ആ വാക്യം റിപ്പീറ്റ് ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ പിന്നെ അതിന് കാത്തിരുന്ന് സമയം കളയേണ്ടതില്ല എന്ന് നമ്മൾ തീരുമാനിച്ച് ക്യാബിനറ്റ് തൽക്കാലം ഏതായാലും കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞതുപോലെ തന്നെ കരാറുണ്ടാക്കി. 3 പാർട്ടി കരാറിൽ നമ്മൾ ഒപ്പിട്ടു. ഇപ്പോൾ അദാനിക്ക് 817.80 കോടി കൊടുക്കാനുള്ള തീരുമാനം കഴിഞ്ഞ മാസത്തിൽ തന്നെ നിങ്ങളുടെ എല്ലാം സാന്നിധ്യത്തിൽ ഒപ്പിട്ട കാര്യം നിങ്ങൾ ഓർമ്മിക്കും. അപ്പോൾ അവശേഷിച്ചൊരു പ്രശ്നം, ആ പ്രശ്നം കൂടി ഈ തരത്തിൽ പരിഹരിക്കപ്പെടുമ്പോഴും നമ്മൾ പ്രതീക്ഷ കൈവിടുന്നില്ല. ഏതായിരുന്നാലും കേന്ദ്രത്തിൻ്റെ മുമ്പിൽ വീണ്ടും നമ്മുടെ ഈ ആവശ്യം അവകാശമാണ് എന്ന രൂപത്തിൽ തന്നെ ഉന്നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. ഈ 817.80 കോടി രൂപ എന്ന കാര്യം എടുത്ത് സൂചിപ്പിക്കുക. മറ്റൊന്ന്, ഈ കാലഘട്ടത്തിൽ നമ്മൾ മറ്റേ അടുത്ത ഘട്ടങ്ങളിലേക്കുള്ള എഗ്രിമെൻ്റ് കൂടി ഉണ്ടാക്കി. അതിന് കാലതാമസം വരേണ്ടതില്ല എന്നുള്ള രൂപത്തിൽ അദാനിയുമായി സംസാരിച്ച് നമ്മൾ 2, 3, 4 ഘട്ടം കൂടി 2028 കൂടി പൂർത്തീകരിച്ച് വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ട് അതിൻ്റെ പൂർണ്ണ അർത്ഥത്തിലും ലക്ഷ്യത്തിലും വ്യാപ്തിയിലും എത്തിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് പുതിയ എഗ്രിമെൻ്റ് ഉണ്ടാക്കി. ആ എഗ്രിമെൻറ്റിൽ പുതിയതായി ഉണ്ടായ ഗുണം, നമുക്ക് മുമ്പ് പറഞ്ഞിരുന്നത് ഇതെല്ലാം തീർന്നു കഴിഞ്ഞ് ഒന്നാം ഘട്ടത്തിൻ്റെ വെച്ച് 15 വർഷത്തിന് ശേഷം നമുക്ക് വിഹിതം പറഞ്ഞിരുന്നിടത്ത് നമുക്കിപ്പോൾ 2034 മുതൽ ഈ 4 ഘട്ടവും പൂർത്തീകരിച്ചു വരുന്ന ആകെ വരുമാനത്തിൻ്റെ അംശം കിട്ടിത്തുടങ്ങും എന്നുള്ളതാണ് പുതിയ നമ്മളുണ്ടാക്കിയ കരാറിൻ്റെ മേന്മ. അതാണ് എടുത്തു പറയത്തക്ക. 2034 മുതൽ അത് വരുമാനം വന്നു തുടങ്ങും. അപ്പോൾ പഴയതിനേക്കാൾ കൂടുതൽ നമുക്ക് വേഗത്തിൽ പോർട്ട് തീരുകയും ചെയ്യുന്നു, ഒപ്പം വരുമാനം നമുക്ക് നേരത്തെ കിട്ടുകയും ചെയ്യുന്നു എന്ന രൂപത്തിൽ പുതിയ കരാർ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു. അതൊരു നേട്ടമാണ്. അപ്പോൾ ഈ കാര്യത്തിൽ നമ്മളിപ്പോൾ നിർമ്മിച്ചു കഴിഞ്ഞിട്ടുള്ള ബ്രേക്ക് വാട്ടർ 3000 മീറ്ററാണ് പറഞ്ഞിരുന്നത്. 2956 മീറ്ററും തീർന്നു. ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നത് മുഴുവൻ തീർത്തിരിക്കുന്നു. അതിൻ്റെ പൂർണ്ണ ചെലവ് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെതാണ്. 800 മീറ്ററാണ് ബർത്ത് പറഞ്ഞിരുന്നത്, അത് പൂർണ്ണമായി തീർന്നിരിക്കുന്നു. ഇനി കൂടുതലായി 2, 3, 4 ഘട്ടങ്ങളിലേക്ക് വരുമ്പോൾ കൂടുതലായി ഉണ്ടാവേണ്ടത് 1220 മീറ്റർ കൂടി ബർത്ത് ഉണ്ടാവണം. അതോടൊപ്പം തന്നെ ഇപ്പം നമ്മൾ തീർത്തിട്ടുള്ള 2950 മീറ്റർ അല്ലെ 3000 മീറ്റർ ഈ ബ്രേക്ക് വാട്ടർ ഇനിയും നമുക്ക് 950 മീറ്റർ കൂടി തീർക്കേണ്ടതുണ്ട് അടുത്ത 2, 3, 4 ഘട്ടങ്ങളിലേക്ക്. അത് തീർക്കാനായിട്ടുള്ള കരാറുകൾ ഉണ്ടായിക്കഴിഞ്ഞു. ഇത് വരുമ്പോൾ കൂടുതൽ ഷിപ്പുകൾ വന്ന് നമുക്ക് അടുക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെ ഇനി കൂടുതൽ, ഇപ്പം 32 ക്രെയിനാണ് നമുക്കുള്ളത്, ഇനിയും കൂടുതൽ ക്രെയിനുകൾ സ്ഥാപിക്കേണ്ടി വരുന്നു, യാർഡുകൾ പുതുതായി സ്ഥാപിക്കേണ്ടി വരുന്നു, പുതിയ സൗകര്യങ്ങളുണ്ടാകുന്നു. ഈ കൂട്ടത്തിൽ നമ്മൾ പുതിയതായി തീർക്കേണ്ട നമ്മുടെ ബാധ്യത 1 റെയിൽവേ കണക്ടിവിറ്റിയും 2 റോഡ് കണക്ടിവിറ്റിയാണ്. റെയിൽവേ കണക്ടിവിറ്റി 10.72 കിലോമീറ്ററാണ് നിർദ്ദേശിക്കുന്നതെങ്കിൽ അതിൽ 9.2 കിലോമീറ്റേഴ്സ് തുരങ്കപാതയാണ്.
അതിൻ്റെ DPR തയ്യാറാക്കിയിട്ടുള്ളത് എല്ലാവർക്കും അറിയാവുന്നതുപോലെ കൊങ്കൺ റെയിൽവേയാണ്. ആ DPRന് കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിൻ്റെ അംഗീകാരം കിട്ടി. രണ്ടാമത് പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ അനുമതിക്ക് വേണ്ടി നമ്മൾ കൊടുത്തു, അത് അംഗീകാരമായി. 3 കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെയും സാമൂഹ്യാഘാത പഠനത്തിൻ്റെയും റിപ്പോർട്ടുകൾ അയച്ചതിൻ്റെ അനുമതിയായി. ഇപ്പോൾ 2025 മാർച്ച് 10 നമുക്കതിന് അംഗീകാരം കിട്ടിക്കൊണ്ടുള്ള ഉത്തരവ് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന രൂപത്തിലാണ് നമ്മൾ ആലോചിച്ചിട്ടുള്ളത്. അതോടൊപ്പം റെയിൽവേ കണക്ടിവിറ്റിക്ക് ആവശ്യമായി പോലെ തന്നെ റോഡ് കണക്ടിവിറ്റിക്ക് നമുക്ക് ആവശ്യമായി വരുന്നൊരു താൽക്കാലിക റോഡ് സംവിധാനം നമ്മളിപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിപ്പോൾ ഉടനെ കമ്മീഷൻ ചെയ്യാം. അതേസമയത്ത് പെർമനൻ്റായി ക്ലോവർ ലീഫ് ഇവിടെ ഉണ്ടായി നമുക്ക് NHുമായി കണക്ട് ചെയ്യുന്ന പുതിയ റോഡ് കണക്ടിവിറ്റി സംവിധാനത്തിന് ചീഫ് സെക്രട്ടറി അധ്യക്ഷതയായ ഒരു കമ്മിറ്റി രൂപീകരിച്ച് അതിൻ്റെ NHുമായി സംസാരിച്ച് ധാരണയിലെത്താൻ വേണ്ടി തീരുമാനമെടുത്ത് ഏതാണ്ട് ഇൻ പ്രിൻസിപ്പൽ അത് അംഗീകരിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ ഭൂമി ഏറ്റെടുക്കൽ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുന്നു. അതേപോലെ തന്നെ റെയിൽവേയുടെയും ആ രൂപത്തിൽ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഭാവിയെ സംബന്ധിച്ച് നമ്മുടെ 2, 3, 4 ഘട്ടത്തിൻ്റെയും ഭാവിയെ സംബന്ധിച്ചും അത് ഈ തരത്തിലുള്ള ധാരണയായി കഴിഞ്ഞിരിക്കും. ഇനി 2, 3, 4 ഘട്ടത്തിന് ആവശ്യമായി വരുന്ന ഭൂമി നമ്മൾ പുറമേ ഒന്നും ഏറ്റെടുക്കേണ്ടതില്ല. അത് ഇതുപോലെ തന്നെ ഇപ്പോൾ കടൽ റച്ച് ചെയ്ത് നമ്മൾ ഏറ്റെടുത്ത പോലെ തന്നെ 77.4 ഹെക്ടർ ഭൂമിയുടെ ഉണ്ടാക്കാൻ വേണ്ടി ആ കാര്യത്തിലും ധാരണയായിട്ടുണ്ട്. ഇങ്ങനെ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം നമുക്ക് 2028 എത്തുമ്പോഴേക്ക് അതിൻ്റെ പൂർണ്ണാർത്ഥത്തിലും ലക്ഷ്യത്തിലും വ്യാപ്തിയിലും എത്തുമ്പോൾ നമ്മൾ ലക്ഷ്യമിടുന്നത് പ്രതിവർഷം 30 ലക്ഷം കണ്ടെയ്നർ കൈകാര്യം ചെയ്യാൻ കഴിയുമെന്നാണ്. പക്ഷേ ഇപ്പോൾ അതിൽ കണക്കുകളൊക്കെ പറയുന്നതനുസരിച്ച് വിദഗ്ധന്മാർ വരുന്നത് ഒരു 45 ലക്ഷം ആക്കാൻ കഴിയുമെന്നാണ്. നമ്മുടെ ലക്ഷ്യം ഇതായിരുന്നു, 30 ലക്ഷമായിരുന്നു. ഇപ്പോൾ കണ്ട നമ്മുടെ പ്രോഗ്രസ് അനുസരിച്ച് നമുക്ക് ഏതാണ്ട് 30 ലക്ഷം എന്നുള്ളത് 45 ലക്ഷത്തിലേക്ക് എത്താൻ കഴിയും. അതോടുകൂടി കേരളം മുമ്പ് ഞാൻ സൂചിപ്പിച്ചു, കേരളം വളരുന്നു പശ്ചിമഘട്ടങ്ങളെ കയറിയും കടന്നു നാം അന്യമാൻ ദേശങ്ങളിൽ നിന്ന് പാലാ നാരായണൻ നായരുടെ മനോഹരമായ ഒരു കവിതയുണ്ട്. അപ്പോൾ കേരളം ആ രൂപത്തിൽ ഇന്ത്യ വഴി അല്ലെങ്കിൽ കേരളം വഴി ഇന്ത്യ ലോകത്തിൻ്റെ നെറുകയിലേക്ക് എത്തുന്ന അസുലഭമായ സന്ദർഭത്തിലേക്ക് കടക്കുകയാണ്. ഇതാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ചെറിയ രൂപത്തിലുള്ള ഉള്ളടക്കം സൂചിപ്പിക്കാനുള്ളത്. അല്ല, അതിൽ ആരൊക്കെ സംസാരിക്കേണ്ട അല്ലാന്ന് കേന്ദ്രത്തിൽ നിന്നാണ് തീരുമാനിക്കുന്നത്. നമ്മൾ ഈ കാര്യത്തിൽ തീരുമാനിച്ച് ഇവിടെ അവസാന മെസ്സേജ് മിനിങ്ങാന്ന് കിട്ടിയപ്പോൾ തന്നെ നമ്മൾ ഇക്കാര്യം തീരുമാനിച്ച് മുകളിലേക്ക് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇനി കിട്ടി അവിടെ നിന്നാണ് തിരിച്ച് ആരൊക്കെ സംസാരിക്കണം ആരൊക്കെ സംസാരിക്കേണ്ടതില്ല എന്ന കാര്യം തീരുമാനിച്ചും കൊടുത്തായിരുന്നു. ഇല്ല, സംസാരിക്കേണ്ടതിന് ലിസ്റ്റ് കിട്ടിയില്ല. ആരൊക്കെ വേദിയിൽ വെക്കാം എന്നുള്ളതിന് നമ്മൾ സംബന്ധിച്ച് കൊടുത്തൊരു ലിസ്റ്റ് അംഗീകാരമായിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞല്ലോ ആരൊക്കെയാണ്. നമ്മൾ വിളിക്കാൻ അല്ലാതെ അവർ അവിടുന്ന് നിർദ്ദേശിച്ചാണ്. ലിസ്റ്റ് ഇല്ല, ഇവിടുന്ന് വിളിക്കണമെന്ന് അവർ നിർദ്ദേശിച്ചു. അതെ, അതായത് കേന്ദ്രമന്ത്രിയായിരുന്നത് കൊണ്ടാണ്. മുൻ കേന്ദ്രമന്ത്രി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തെ കൂടി വിളിക്കണം നിർദ്ദേശിച്ചാൽ പിന്നെ നമുക്ക് ആ കാര്യത്തിൽ എന്താ തർക്കം? ഇല്ല, ഇപ്പം ഇദ്ദേഹത്തെ വിളിക്കണമെന്ന് അവിടുന്ന് നിർദ്ദേശിച്ചു. PM-ൻ്റെ ഓഫീസ് അദ്ദേഹത്തെ ക്ഷണിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഓഫീസ് പറയും നമ്മൾ കേൾക്കണ്ടേ? പ്രോട്ടോക്കോൾ അനുസരിച്ച് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പ്രധാനമന്ത്രി ഒരു പരിപാടി തരുമ്പോൾ അതിൽ ആരൊക്കെ പ്രസംഗിക്കണം ആരുടെയൊക്കെ പേര് വയ്ക്കണമെന്ന് അവസാന വാക്ക് അവരുടേതാണ്, നമ്മുടേതല്ല. നമ്മൾ ആഗ്രഹമുള്ളവരുടെ താല്പര്യപ്രകാരം നമ്മൾ അങ്ങോട്ട് അയച്ചു കൊടുക്കുന്നു. ഇല്ല, നമുക്ക് ഇപ്പം നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഈ ഗവൺമെൻറ്റിൻ്റെ സ്വന്തം ചെലവിൽ നടക്കുന്നതിന് വാർഷികം എന്ന് പറയുന്നതിന് എന്താ കുഴപ്പം? അല്ല, പ്രധാനമന്ത്രി വിഴിഞ്ഞ ഉദ്ഘാടനം ചെയ്യാനാണ് പറഞ്ഞത്. നമ്മളിതിനെ കാണുന്നത് ഇങ്ങനെയാണ്. മുമ്പ് ഈ MS പറഞ്ഞൊരു വാചകമുണ്ട്, അവരവരുടേതെന്നും നമ്മൾ നമ്മുടേതെന്നും പറയുന്ന ഒരു കാര്യത്തെ സംബന്ധിച്ചൊരു തർക്കത്തിൻ്റെ പ്രശ്നമില്ല. ഈ കാര്യത്തിൽ ഞാൻ അതിൻ്റെ A to Z കാര്യം നിങ്ങളോട് പറഞ്ഞു. ഒരു സംശയത്തിന് നിവാരണം വരുത്തിക്കൊണ്ടാണ് ഞാൻ കൃത്യമായി ഫിഗർ സഹിതം എഗ്രിമെൻറ്റിലെ കരാറിൽ ഉള്ളടക്കത്തിൽ എല്ലാം കൃത്യമായിട്ടാണ് ഞാൻ വിശദീകരിച്ചത്. അത് വരും, അത് സ്വാഭാവികമായിട്ട് വന്നോട്ടെ. അല്ല, സംസ്ഥാന സർക്കാരിൻ്റെ ഇപ്പോൾ വരും, നിങ്ങളത് പരിശോധിച്ചു. ഇല്ലില്ല, ഒരു കടിപിടിയും കേന്ദ്രം ഇതിനകത്ത് വേറെ കടിപിടിയുടെ ഒരു കാര്യം പറയാം. നമുക്ക് VGF തന്നിട്ടില്ലെന്ന് മാത്രമേ നമുക്കിപ്പോൾ ഉള്ള പ്രശ്നമുള്ളൂ. ഒന്ന് തന്നെ, വ്യത്യാസമില്ലല്ലോ, അത് ഞാൻ പറഞ്ഞല്ലോ.
നമുക്കിത് വാർഷികാഘോഷം എന്ന് പറയുന്നതിന് എന്താ കുഴപ്പം? കേരളത്തിലെ ഗവൺമെൻറ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അതിൻ്റെ ചുമതലയിൽ നിർവഹിച്ച വികസന പ്രവർത്തനങ്ങൾ വാർഷികത്തിൻ്റെ സമയത്ത് ഉദ്ഘാടനം ചെയ്യുമ്പോൾ അത് വാർഷികമാണെന്ന് പറയുന്നതിന് എന്താ തടസ്സം? ഓ, പിന്നെ എന്താ കുഴപ്പം? ഇല്ല, കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും തമ്മിൽ, അല്ലാതെ CPM അത് നിങ്ങളുടെ ഒരു വേർഷനാണ്. അവരെങ്ങനെ ചോദിക്കും? ഇപ്പോൾ ക്ഷീരമുള്ള ഒരു അകട്ടിയും ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം എന്ന് പറഞ്ഞതുപോലെ ഈ നല്ല സന്ദർഭം നടക്കുന്ന സമയത്തും ദുഷ്ടലാക്കുള്ളവർക്ക് അങ്ങനെ തന്നെ ചോദിക്കാനുള്ള അവസരം ഉണ്ടാവും. അതിനെക്കുറിച്ചൊന്നും വേറെ പറയാനില്ല. അപ്പോൾ ഇല്ല, മറുപടി ഇങ്ങോട്ട് വന്നില്ല. ഞങ്ങൾക്കിവിടെ കേന്ദ്രത്തിൻ്റെ പരിപാടി നിഷ്കർഷിച്ച് തന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിന് കത്ത് കൊടുത്തു, ഉറപ്പിച്ച സമയത്ത് തന്നെ. എൻ്റെ ലെറ്റർപാടിൽ ഞാൻ കത്ത് കൊടുത്തിരിക്കുന്നത്. തിരിച്ചൊരു മറുപടി ഇല്ല, അറിയിച്ചില്ല. അതെനിക്കറിയില്ല. നമ്മൾ കത്ത് കൊടുത്തിട്ടുണ്ട്, കേന്ദ്രത്തിന് അയച്ചു കൊടുത്തു ആ പേര്. ഇല്ല, അതിന് തൊട്ട് കിടക്കുന്നതല്ല. നമ്മുടെ സംസ്ഥാനത്ത് 17 പോർട്ടുകളാണുള്ളത്. ആ 17 പോർട്ടുകളിൽ ഇപ്പോൾ പ്രവർത്തന സജ്ജമല്ലാത്തതും പ്രവർത്തനത്തിലുള്ളതുമുണ്ട്. നമുക്ക് ഈ വിഴിഞ്ഞം വരുന്നതോടുകൂടി എല്ലാ പോർട്ടുകളെയും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ചരക്ക് ഗതാഗതത്തിൻ്റെ സൗകര്യങ്ങളും യാത്രാ സൗകര്യങ്ങളും ക്രൂയിസ് ഷിപ്പുകളുടെ പ്രവർത്തനങ്ങളും ഭാവിയിൽ ഉണ്ടാകുന്ന കാര്യത്തെ സംബന്ധിച്ച് മാരിടൈം ബോർഡ് ചർച്ച ചെയ്ത് ധാരണയുണ്ടാക്കി ചിലതിന് നിരാക്ഷേപപത്രം ക്ഷണിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതാണ് ഈ പത്രവാർത്ത വന്നത്. അതിലിപ്പോൾ നമ്മളിപ്പോൾ ചിലത് ആലോചിച്ചിട്ടുള്ളത്, കേരളത്തിൽ തന്നെ പല തുറമുഖങ്ങളുമായി ബന്ധപ്പെട്ട് അതിനെ പുനരുദ്ധരിക്കാൻ വേണ്ടി കേന്ദ്രത്തിൻ്റെ സാഗർമാല പദ്ധതിപ്പെടുത്തി ഫണ്ട് തരാൻ വേണ്ടിയുള്ള തീരുമാനമെടുത്ത് അതിനും അപേക്ഷ കൊടുത്തിട്ടുണ്ട്. PPP പ്രോജക്റ്റായിട്ട് എടുക്കാൻ വേണ്ടി 3 തുറമുഖങ്ങളുടെ പ്രപ്പോസൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ബേപ്പൂർ പോർട്ടിൻ്റെ കൂടുതൽ ഡ്രഡ്ജ് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ അതിന് കേന്ദ്രത്തിൻ്റെ ഒരു പഠന കമ്മിറ്റിയുടെ ശുപാർശ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ അതിൻ്റെ ഡ്രഡ്ജിങ് ലക്ഷദ്വീപിലേക്ക് ഉൾപ്പെടെയുള്ള ഈ ഷിപ്പ് ആരംഭിക്കുന്ന രൂപത്തിലേക്കുള്ള കാര്യങ്ങളാണ് അവിടെ നമ്മളിപ്പോൾ പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് മാരിടൈം ബോർഡിൻ്റെ കീഴിൽ ഈ വിഴിഞ്ഞം വരുന്നതോടുകൂടി നമുക്ക് നിലവിലുള്ള കേരളത്തിലെ മറ്റ് 17 തുറമുഖങ്ങൾ കൂടി സജ്ജമാക്കാൻ കഴിയുന്ന സാഹചര്യങ്ങൾ സംജാതമാക്കാനുള്ള ശ്രമങ്ങളിലേക്ക് വരുന്നതിൻ്റെ ഭാഗമാണ്. ഇല്ല, മറ്റാർക്കെങ്കിലും അല്ല. ഇപ്പോൾ ഇത് PPP പ്രോജക്റ്റ് അല്ലേ ഇതും? ഈ PPP പ്രോജക്റ്റിൻ്റെ മോഡലിൽ തന്നെ നമ്മൾ അംഗീകരിച്ചല്ലോ ഇൻ പ്രിൻസിപ്പൽ. അപ്പോൾ ഇപ്പോൾ പൊന്നാനി പോർട്ട് PPP പ്രോജക്റ്റിനെ സംബന്ധിച്ചൊരു പ്രപ്പോസൽ വന്നിട്ടുണ്ട്. അത് പ്രായോഗികമാണെന്ന് പരിശോധിച്ച് നടപടി സ്വീകരിക്കാൻ പറഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ ബേപ്പൂർ പോർട്ട്, അതുപോലെ അഴീക്കൽ പോർട്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കൂടി നമ്മൾ കേരളത്തിൻ്റെ വികസനത്തിന് ഇതെല്ലാം അനന്ത സാധ്യതകൾ നൽകുന്ന പോർട്ടുകളാണ്. ആ കാര്യങ്ങളെക്കുറിച്ചെല്ലാം ഞങ്ങൾ മാരിടൈം ബോർഡ് ചർച്ച ചെയ്ത് സ്ഥലത്ത് പോയി പരിശോധന നടത്തി ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ വെച്ച് അത് പുരോഗതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നീക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇല്ല, ഇപ്പം നമുക്ക് അവകാശപ്പെട്ട കാര്യങ്ങൾ നമുക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെ സംബന്ധിച്ചോളം ഇതിനകത്ത് വേറെ തടസ്സത്തിൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ല, നിയമപ്രശ്നങ്ങളും ഒന്നുമില്ല. ഈ കാര്യങ്ങളെ സംബന്ധിച്ച് പരസ്യപ്പെടുത്തിക്കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇല്ല, അത് നടക്കാതിരുന്നതിന് പല കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ ഓരോന്ന് പരിശോധിച്ച് ഇപ്പോൾ പരിഹരിച്ചു വരികയാണ്. അല്ല, നമുക്ക് നമ്മുടെ ഫണ്ട് തന്നെ വിനിയോഗിച്ചിട്ടാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. നമ്മുടെ ഫണ്ട് തന്നെ വെച്ചിട്ടാണ് കൊടുത്തിരിക്കുന്നത്. എത്രയാണ് കൊടുത്തിരിക്കുന്നത് കൃത്യമായി കണക്ക് ഞാൻ പറയാം. 1000
ഇപ്പം നമ്മൾ പുലിമുട്ടിന് മാത്രമായി 1350 കോടി രൂപയാണ് കൊടുത്തത്. പുലിമുട്ടിന് മാത്രമായി. അത് നമ്മൾ സംസ്ഥാന ഗവൺമെൻറ് ഫണ്ടാണ്. പിന്നീട് നമ്മൾ റെയിൽവേ പാതയ്ക്കായിട്ട് 1482.92 കോടി രൂപയാണ്. അത് നമ്മുടെ ക്യാബിനറ്റ് തീരുമാനിച്ചു, നമ്മൾ തന്നെ കൊടുക്കാൻ തീരുമാനിച്ചു. നമ്മളതിനിപ്പോൾ അത് തിരിച്ചടയ്ക്കേണ്ട പൈസയാണ്. ആ വിഷയം നമ്മൾ ഈ പൊതുവിലുള്ള കാര്യങ്ങൾ നമ്മുടെ ഇപ്പോൾ ഞാൻ ആദ്യം തന്നെ സൂചിപ്പിച്ചല്ലോ, നമ്മളിപ്പോൾ 5595 സംതിങ് ആണ് നമ്മുടെ വിഹിതം. 2454 കോടി രൂപ അദാനിയുടെയും. ഇങ്ങനെയാണ് 8867 കോടി രൂപ നമ്മുടെ ഇപ്പോഴത്തെ ഫസ്റ്റ് ഫേസ്. യെസ്, ഇല്ല, വേറെ ഒന്നിനും വേണ്ടി ഇതിനാൽ വരുന്ന തുക ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. അല്ല, നമ്മളിപ്പോൾ ഈ കാര്യത്തിൽ ഭൂഗർഭ റെയിൽവേയും റെയിൽവേ കണക്ടിവിറ്റിയും അതുപോലെ തന്നെ റോഡ് കണക്ടിവിറ്റിയും രണ്ടും നമ്മൾ ഫണ്ടിന് വേണ്ടിയുള്ള സോഴ്സ് കണ്ടിട്ടുണ്ട്. അല്ല, അല്ല, നിങ്ങൾ തെറ്റായ എന്തിനാണ് ആഖ്യാനിക്കുന്നത്? നിങ്ങൾ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ്റിൻ്റെ ഈ കാര്യത്തെക്കുറിച്ച് ഞങ്ങൾ പറയാതെ പോയെങ്കിൽ മാത്രമല്ലേ അങ്ങനെ ഒരു പ്രശ്നം വരും. ഞാൻ കൃത്യമായിട്ട് അത് വിശദീകരിച്ചല്ലോ. അദ്ദേഹം ഈ കാര്യത്തിലൊരു കരാറുണ്ടാക്കി. ആ കരാറ് നമുക്ക് നഷ്ടം സംഭവിക്കുന്ന രൂപത്തിൽ ഉള്ളടക്കങ്ങളുണ്ടായിരുന്നു. ആ കരാറിൻ്റെ ഉള്ളടക്കത്തോട് നമുക്ക് പൊതുവിൽ യോജിപ്പില്ലായിരുന്നു. അത് ചൂണ്ടിക്കാണിച്ചു. അതൊരു സൃഷ്ടിപരമായ വിമർശനമാണ്. എന്നാൽ കരാറ് നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ലൈനാണ് ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെൻറ് സ്വീകരിച്ചത്. അവർ കല്ലിട്ടു എന്നുള്ളതൊഴിച്ചാൽ നിർമ്മാണ പ്രവർത്തനങ്ങളൊന്നും നടന്നില്ല. കല്ലിട്ട് എന്നുള്ളത് കൊണ്ട് 10 നടക്കണമെങ്കിൽ പാലക്കാട് ഇപ്പോൾ കോച്ച് ഫാക്ടറിയിൽ ജോലിക്കാർ തുടങ്ങേണ്ടതല്ലായിരുന്നു. എത്ര വർഷമായി കല്ലിട്ടിട്ട്? അല്ല, കേന്ദ്രം ഇട്ടൊരു കല്ലല്ലേ. എത്ര വർഷമായിട്ട് കല്ല് നീക്കുന്നു പാലക്കാട് ഒരു കോച്ച് ഫാക്ടറിക്ക്? ഇതുവരെ ഒരു ഇഞ്ച് ഒരു കാര്യം ഇപ്പോൾ അവിടെ കാക്ക കാഷ്ടിക്കുന്നുള്ള ഒഴിച്ചാൽ മറ്റെന്തെങ്കിലും നടന്നോ? ഒരു കല്ലിട്ടു എന്നുള്ളത് കൊണ്ട് പദ്ധതി നടക്കില്ല. പദ്ധതി നടക്കണമെങ്കിൽ ഇച്ഛാശക്തിയോടുകൂടി അതിന് നടക്കേണ്ട നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം നടത്താൻ ആവശ്യമായ ക്രമീകരണം ഉണ്ടാവണം. ആ പ്രവർത്തനങ്ങൾക്ക് മുഴുവൻ തുടക്കം കുറിച്ചത് LDF ഗവൺമെൻറ് കാലഘട്ടത്താണ് എന്നാണ് കൃത്യമായി പറഞ്ഞത്. അല്ല, അത് പറഞ്ഞല്ലോ, മറ്റേ തുടങ്ങിയെന്ന് പറഞ്ഞില്ലല്ലോ. നിങ്ങൾ പറയാൻ പോകുന്ന കാര്യമല്ലേ ഞാൻ പറഞ്ഞത്. നമുക്കത് പൂർണ്ണതയിലെത്തണമെങ്കിൽ റെയിൽവേ കണക്ടിവിറ്റിയും റോഡ് കണക്ടിവിറ്റിയും കൂടെ എത്തിച്ചേരണം. അത് രണ്ടിനും തുരങ്കപാത ഉണ്ടാകണമെങ്കിൽ സമയമെടുക്കില്ലേ? ബാലരാമപുരം മുതൽ വിഴിഞ്ഞം വരെയുള്ള പ്രദേശത്ത് നമുക്ക് 9.2 കിലോമീറ്റർ റെയിൽവേ തുരങ്കപാതയാണ് ഉണ്ടാവേണ്ടത്. അത് നിർമ്മിക്കണമെങ്കിൽ ഇവിടെ വിഴിഞ്ഞം തുറമുഖം തീർന്നു എന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം അങ്ങ് തുടങ്ങാൻ പറ്റില്ല. നിർമ്മാണ പ്രവർത്തനം നടക്കണ്ടേ? അതിന് ആദ്യം കൊങ്കൺ റെയിൽവേയോട് DPR ഉണ്ടാക്കാൻ പറഞ്ഞ് അവർ കൃത്യമായി ഉണ്ടാക്കി. അത് സംബന്ധിച്ച് പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ അനുമതി, റെയിൽവേ മന്ത്രാലയത്തിൻ്റെ അനുമതി, സാമൂഹ്യ പഠനത്തിൻ്റെ റിപ്പോർട്ട് ഇതെല്ലാം കിട്ടി. അത് വെച്ചിട്ടില്ലേ നടക്കാൻ പറ്റൂ. നിങ്ങളിത് പറയുന്നത് കേൾക്കുമ്പോൾ പെട്ടെന്ന് ഇതിനോടനുബന്ധമായി ഇതെല്ലാം തീർത്തങ്ങ് പോകാമെന്ന്. എല്ലാം ചെയ്യണമെങ്കിൽ അതിൻ്റെ ക്രമപ്രകാരമുള്ള ഓരോ മന്ത്രാലയത്തിൻ്റെ അനുമതി വാങ്ങി സമയബന്ധിതമായിട്ടാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇതിനാവശ്യമായി ക്യാബിനറ്റ് 1492 കോടി രൂപ ആ പിന്നെ റെയിൽവേ മന്ത്രാലയത്തിന് വേണ്ടി അനുമതി കിട്ടിയ ഉടൻ തന്നെ തീരുമാനിക്കുകയും ചെയ്തു അതിൻ്റെ ചിലവിന് വേണ്ടിയുള്ള ഫണ്ട്. അപ്പോൾ ആ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇതിനെ തൊട്ടനുബന്ധിച്ച് പോകുന്നു. അതുവരെ ഉള്ളത് ട്രാൻസ്ഷിപ്മെൻറ്റ് തുറമുഖമാണെന്ന് നമ്മൾ പറഞ്ഞത്. നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? കടലിൽ വന്നിറക്കുന്നു, അത് പോവുകയും ചെയ്യുന്നതാണ്. ഇതുവരെ അദാനിയുമായിട്ട് നമുക്കൊരു തരത്തിലുള്ള തർക്കമോ കുടിശ്ശിയോ നിലവിലില്ല. അപ്പോൾ ഈ അവസാനിച്ചതായിരുന്നു VGFൻ്റെത്. VGFൻ്റെ ഇവിടെ കരാറായോടുകൂടി അവർ പൂർണ്ണ സംതൃപ്തരാണ്. എന്തോ നമ്മൾ നേരത്തെ തീരുമാനിച്ചു. നമ്മളിപ്പം നബാഡിൽ നിന്ന് നമ്മൾ വായ്പ എടുത്തിരുന്നല്ലോ. നമ്മൾ ആ കാര്യത്തെ സംബന്ധിച്ച് അവരുമായി ധാരണ ഉണ്ടാക്കി കൊടുക്കാനുള്ള കൊടുത്തു. ഇല്ല, അവർ ഈ കാര്യത്തെ സംബന്ധിച്ചോളം നമ്മളന്ന് പറഞ്ഞിരുന്നത് ശരിയാണെന്ന് അവർക്കും പിന്നീട് മനസ്സിലാവുന്ന കാര്യമുണ്ടായി. കാരണം പിന്നീട് ഞങ്ങളിപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള പുതുക്കിയ കരാർ അനുസരിച്ച് 2034 മുതൽ നമുക്ക് 4 ഘട്ടങ്ങളും പൂർത്തീകരിച്ച് ആകെ കിട്ടുന്നതിൻ്റെ വരുമാനം കിട്ടിത്തുടങ്ങാൻ പോവുക. മുമ്പ് ഉണ്ടാക്കിയ കരാർ അങ്ങനെ ആയിരുന്നില്ല. നമുക്ക് 15 വർഷം കഴിഞ്ഞതിന് ശേഷമേ കിട്ടുകയുള്ളായിരുന്നു. അതൊന്ന്. രണ്ടാമത്, ഈ കാര്യത്തെ സംബന്ധിച്ചോളം ഈ കരാറിൻ്റെ
ഈ ഇൻ പ്രിൻസിപ്പൽ കരാറിനെ അല്ല നമ്മൾ തീർത്തത്, കരാറിൻ്റെ ഉള്ളടക്കത്തിലെ നിബന്ധനകളെയായിരുന്നു നമ്മൾ തീർത്തിരുന്നത്. അതായിരുന്നു പ്രശ്നം. അതല്ല, ഞാൻ മലയാളത്തിലല്ലേ പറഞ്ഞത്. പൂർത്തിയാകാതെ പോയതിൻ്റെ തടസ്സം ഒന്ന് നോക്കി വന്നു, അതിൻ്റെ ദുരന്തം വന്നു, ഇത് വന്നു, ഇത്തരം കാര്യങ്ങൾ കൂടി ഉണ്ടായിക്കഴിഞ്ഞപ്പോഴല്ലേ മറ്റേ പുതിയ കരാറുണ്ടായത്. അത് പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇല്ല 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 ഞങ്ങൾ ഈ കാര്യത്തിൽ വ്യക്തമായി കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങളിപ്പോഴും രാഷ്ട്രീയമായി പ്രതിപക്ഷത്തിന് വേണ്ടി വാദിക്കുകയാണ്. ഈ വിഷയത്തെ സംബന്ധിച്ചോളം ഞാൻ ഉന്നയിച്ച പ്രശ്നങ്ങൾ, അന്ന് അദാനിയായിട്ടുള്ള കരാറിനെ സംബന്ധിച്ചോളം ആ കരാറിൻ്റെ ഉള്ളടക്കത്തെയാണ് എതിർത്തത്, കരാറിനെ അല്ല ഞങ്ങൾ എതിർത്തത്. ക്ലിയർ അല്ലേ കാര്യം? ആ കരാറിൻ്റെ ഉള്ളടക്കത്തിൽ ഉണ്ടായിരുന്ന തെറ്റായ വശം തിരുത്തി. യാഥാർത്ഥ്യമാക്കണമെന്നുള്ള ആവശ്യമാണ് ഭരണത്തിലുള്ളപ്പോഴും പ്രതിപക്ഷത്തുള്ളപ്പോഴും LDFന്റെ ഇടതുപക്ഷ നിലപാടതായിരുന്നു. എന്നാൽ ആ കരാറിനകത്ത് വന്ന നടപടികളിലുള്ള ചില പോയിന്റുകളിലുള്ള എതിർപ്പ് നമ്മൾ പ്രകടിപ്പിച്ചു. അത് ഞങ്ങൾ വന്നപ്പോൾ കറക്റ്റ് ചെയ്തല്ലോ, അത് വ്യക്തമല്ലേ? പിന്നെ പദ്ധതിയുടെ പല ഘട്ടങ്ങളിൽ നമ്മൾ കണ്ടില്ലേ, തലസ്ഥാനത്തുള്ള ആളുകൾ കണ്ടില്ലേ, പദ്ധതി നിർത്തിവെക്കണമെന്ന ആവശ്യം ഉയർത്തിയത് MLA അല്ലേ, നമ്മൾ കണ്ടില്ലേ? പിന്നെ രാഷ്ട്രീയമല്ലേ അവരുടെ. ഞങ്ങൾ ഒരു ഘട്ടത്തിൽ നിർത്തിവെക്കാൻ പറഞ്ഞില്ല. അത് പരിഹരിക്കാൻ വേണ്ടി തിരുവനന്തപുരത്തെ മന്ത്രിമാരടക്കമുള്ള 6 മന്ത്രിമാർ ചേർന്ന ഒരു സബ് കമ്മിറ്റി എടുത്ത് എത്ര തവണയാണ് ഈ സമരക്കാരുമായി ചർച്ച നടത്തി ആ സമരത്തെ, ആ പ്രശ്നങ്ങളെ ഒഴിവാക്കിയെടുത്ത് പദ്ധതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞത്. പദ്ധതി യാഥാർത്ഥ്യമായപ്പോൾ ഇപ്പോൾ പുതിയ തൊടു ന്യായങ്ങൾ പറയുന്നതല്ലാതെ വേറെ ഗൗരവമേറിയ വിഷയം പറയാനുണ്ടോ? പദ്ധതിയുമായി ബന്ധപ്പെട്ട് അത് കൃത്യമായി പറയാം. അത് സംബന്ധിച്ച് CWPRSൻ്റെ ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കി പൂന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. അവരത് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം മത്സ്യത്തൊഴിലാളികളുടെ പ്രതിനിധികളും അതുപോലെ അവിടുത്തെ ചർച്ചിൻ്റെ പ്രതിനിധികളുമൊക്കെ ആശങ്ക പ്രകടിപ്പിച്ചപ്പോൾ അവരെ തന്നെ അവിടെ വിട്ട് അത് പോയി കണ്ട് പരിശോധിച്ച് അവർ സംതൃപ്തരായി തിരിച്ചു വന്ന് അത് ധാരണയായിട്ടുണ്ട്. അങ്ങനെ ഒരു ഹാർബർ ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ സമയബന്ധിതമായി തീർക്കാൻ വേണ്ടിയുള്ള തീരുമാനം എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. യെസ്. നമുക്ക് തീരദേശ ശോഷണവുമായി ബന്ധപ്പെട്ട ഒരു പഠന റിപ്പോർട്ട് വന്നു. അതിൽ നമുക്ക് മറ്റ് ആഘാതങ്ങളില്ല എന്നുള്ളതാണ് ആദ്യം വന്നിട്ടുള്ള റിപ്പോർട്ട്. തുടർന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇനിയും നമുക്ക് മുന്നോട്ട് കാര്യങ്ങൾ പരിശോധിച്ചായിരിക്കും പോവുക, സംശയമൊന്നും വേണ്ട. നമ്മളൊരു 10,000 പേര് വരാനുള്ള പരിപാടിയാണ് ഇട്ടിരിക്കുന്നത്. വളരെ ഗംഭീരമായൊരു പരിപാടി, പ്രത്യേകിച്ച് പ്രധാനമന്ത്രി വന്ന് ഉദ്ഘാടനം ചെയ്യുന്ന പ്രൗഢഗംഭീരമായൊരു ചടങ്ങ്. അതിനനുസരിച്ച് രാവിലെ 11 മണിക്ക് 10 മണിക്ക് തന്നെ അദ്ദേഹം എത്തും. അതിനുശേഷം ഫോർട്ടിൻ്റെ ഉള്ളടക്കം കാണും, പരിശോധിക്കും. അതിന് ശേഷമായിരിക്കും മീറ്റിംഗ് 11 മണിക്ക് ആരംഭിക്കുക. പ്രവേശനം എല്ലാവർക്കും ഇത് കൊടുക്കുമല്ലോ, കാർഡ് കൊടുക്കുമല്ലോ. അത് അവരുടെ സെൻട്രൽ പ്രോട്ടോക്കോൾ അവർ നിഷ്കർഷിക്കും. അതനുസരിച്ച് തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ് അതിൻ്റെ സംവിധാനങ്ങൾ ഇവിടുത്തെ പ്രോട്ടോക്കോൾ ഓഫീസറും മറ്റ് പോലീസും ചേർന്ന് അത് ക്രമീകരിക്കും. രൂപയല്ല, 10,000 കോടി. അതവരൊരു ഇമാജിൻ വെച്ചിട്ട് കാര്യങ്ങളും കൊടുക്കുന്നതാണ്. അത് സ്വാഭാവികമായിട്ട് അതിനകത്തെ പരസ്യത്തിൻ്റെ, അത് പരസ്യം മാത്രമാണ്. പരസ്യത്തെക്കുറിച്ച് നമ്മൾ എന്താ പറയാ? എന്തോ അവർ പറഞ്ഞത് ഏത് തരത്തിലാണെന്നുള്ളത് നമുക്കിപ്പോൾ ചോദിക്കണം. നമുക്കതിനെ ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല. അവരിപ്പോൾ പ്രധാനമന്ത്രി വരുമ്പോൾ സ്വാഭാവികമായിട്ട് അവർ കൊടുക്കും പരസ്യം പല രൂപത്തിൽ. ഇപ്പം ഇവിടുത്തെ എനിക്കും നിങ്ങൾക്കും അറിയാവുന്ന യാഥാർത്ഥ്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞത്. അതിനെ രാഷ്ട്രീയവൽക്കരിക്കുന്ന ഒരു കാര്യവും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തില്ല. ഗവൺമെൻറ്റും തമ്മിലുള്ള കാര്യങ്ങളായിട്ട് ഇത് മുന്നോട്ട് പോകുന്നു. അത് രാഷ്ട്രീയമാക്കാൻ വേണ്ടി ചിലർ ശ്രമിക്കുകയാണ്. പക്ഷേ ഞങ്ങൾ അതിനോട് യോജിക്കുന്നില്ല. ഇപ്പോൾ ഞാനത് ആദ്യം തന്നെ വിശദീകരിച്ച് കഴിഞ്ഞു. അതിന് സംശയത്തിൻ്റെ അവസരം ഇനിയില്ല. അല്ല, നിങ്ങൾ പറയണ്ട, ഞങ്ങളത് ഗവൺമെൻറ് എങ്ങനെ തീരുമാനിച്ചേ? അല്ല, നിങ്ങൾക്ക് വല്ല സംഗീതമായ താല്പര്യമുണ്ട്, അത് നിങ്ങളുടെ മനസ്സിരുന്നോട്ടെ.
ഞങ്ങളിപ്പോൾ ഗവൺമെൻറ് തീരുമാനിച്ചത് ഈ സംസ്ഥാന ഗവൺമെൻറ് കാശ് മുടക്കി പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷനോടുകൂടി പ്രോജക്റ്റ് ഉണ്ടായി. അത് വാർഷിക സമയത്ത് ഉദ്ഘാടനം ചെയ്യുമ്പോൾ വാർഷികമാണെന്ന് ഞങ്ങൾക്ക് പറയുന്നത് എന്താ കുഴപ്പം, ആഘോഷമാണെന്ന് പറയുന്നത് കുഴപ്പം. ഒരുപാട് പ്രോജക്റ്റ് ഇപ്പോൾ ഉദ്ഘാടനം ചെയ്തില്ലേ. നടക്കുകയില്ലെന്ന് പറഞ്ഞ പ്രോജക്റ്റിലായിരുന്നു ഗെയില്, നടന്നില്ലേ? പദ്ധതി മടക്കിയില്ലേ? ഇന്ത്യൻ പ്രധാനമന്ത്രി ആദ്യമായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോട് ചോദിച്ചൊരു ചോദ്യം, ആ ഗെയിൽ പൈപ്പ് പദ്ധതി മുടക്കിയിരിക്കുന്നു, നിങ്ങളത് ഏറ്റെടുത്ത് നടപ്പാക്കുമോ? മുഖ്യമന്ത്രിയോട് ചോദിച്ചൊരു ചോദ്യമായിരുന്നു ആദ്യം കാണാൻ ചെന്നപ്പോൾ. നോക്കാമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. എരമ്പിയാർത്ത് വന്ന സമരം നിങ്ങൾ കണ്ടതല്ലേ, എത്ര വലിയ ബഹളമായിരുന്നു. ഗെയിൽ പൈപ്പ് അത് മുഴുവൻ തീർന്ന് ഇപ്പോൾ പദ്ധതി പൂർത്തീകരിച്ച് മംഗലാപുരത്ത് ഗെയിലെത്തിയില്ലേ, നാട്ടിൽ കിട്ടാൻ തുടങ്ങിയില്ലേ ഗ്യാസ്. അതുപോലെ തന്നെ ഹൈവേ, ആ ഹൈവേ വയൽക്കിളിയുടെ സമരം നിങ്ങൾ ഓർക്കുന്നില്ലേ? ആരൊക്കെയായിരുന്നു ആ സമരത്തിൽ വന്ന് അണിനിരന്നിരുന്നത്? എത്ര കിളിയായിരുന്നു? ആ കിളിയെല്ലാം പറന്നു പോയില്ലേ? ഇപ്പോൾ ഇതേ മലയോര ഹൈവേ യാഥാർത്ഥ്യമായി സീരിയസ് ഹൈവേ അടുത്ത ഡിസംബറോട് കമ്മീഷൻ ചെയ്യാൻ കഴിയുന്നു. ഒരു ഭാഗം ഇപ്പോൾ വടക്കേണ്ടിലോട്ട് പോയി നോക്ക്. ഞാൻ ഈ ഒരു ദിവസം കാസർഗോഡ് പോയിരുന്നു. എന്ത് മനോഹരമാണ്, എത്ര ദൂരം വണ്ടി ഓടിച്ച് നമുക്ക് വരാൻ കഴിയുന്നു, എത്ര ഭംഗിയായിട്ട്. അല്ല പറഞ്ഞത് അതായിക്കോട്ടെ, നിങ്ങളെങ്ങനെ വേണമെങ്കിൽ വ്യാഖ്യാനിച്ചു. നമുക്കിപ്പോൾ ഈ കാര്യത്തെ സംബന്ധിച്ച് സംസ്ഥാന ഗവൺമെൻറ് ചെയ്ത കാര്യം ചെയ്ത് ഞങ്ങൾ ഈ പറയുന്നുവല്ലോ, കളവുണ്ടോ നിങ്ങൾ പറയുന്നത്? യാഥാർത്ഥ്യമല്ലാത്ത എന്തെങ്കിലും കാര്യം വന്നു. ഇപ്പോൾ മലയോര ഹൈവേ, തീരദേശ ഹൈവേ കൃത്യമായി രണ്ടും നടക്കില്ല. 5800 കോടി രൂപ സംസ്ഥാന ഗവൺമെൻറ് സ്ഥലമേറ്റെടുപ്പിന് കൊടുത്തില്ലേ? മറ്റ് സ്റ്റേറ്റുകൾക്കൊക്കെ സ്ഥലം ഏറ്റെടുപ്പിന് വേണ്ടി എവിടെയെങ്കിലും ഇടം കൊടുത്തോ? ഇത് സമയത്ത് ഏറ്റെടുത്ത് കൊടുക്കാതെ പോയതുകൊണ്ട് സംഭവിച്ചതല്ലേ? ഫയൽ മടക്കിയതല്ലേ? തിരിച്ചു വന്നില്ലേ? നിങ്ങൾ ആലോചിക്കൂ, കേരളം ഇരുട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കൂടംകുളം പ്രോജക്റ്റ് മടക്കത്ര ഫയൽ മടക്കിയതല്ലേ? വിളിച്ചു വരുത്തി മുഖ്യമന്ത്രി കാര്യങ്ങൾ സംസാരിച്ച് പ്രോജക്റ്റ് വേണ്ടെന്ന് പറയാൻ നിങ്ങൾക്ക് അവകാശമില്ല. കേരളം അന്ധകാരത്തിലാണ്. പ്രകാശപൂർണ്ണമാക്കാൻ ഈ ഗവൺമെൻറ് ആഗ്രഹിക്കുന്നു. സമരക്കാരോട് ചോദിച്ചു നിങ്ങൾക്ക് എന്ത് വേണമെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് വില ഇരട്ടി കിട്ടണം. പണം കൊടുത്തായിരുന്നാലും ഭൂമി ഏറ്റെടുത്ത് നടപ്പാക്കിയപ്പോൾ നമുക്ക് കിട്ടിയ 400 മെഗാവാട്ട് വൈദ്യുതി അടൂർ വെച്ച് ഉദ്ഘാടനം ചെയ്തില്ലേ? നടക്കില്ലെന്ന് പറഞ്ഞ് നടന്നില്ലേ? അത് തന്നെയല്ലേ തിരിച്ച് മെട്രോയുടെ കാര്യം, വാട്ടർ മെട്രോയുടെ കാര്യം. ലോകത്തിന് മാതൃകയിൽ വാട്ടർ മെട്രോ വന്നില്ലേ? ഇപ്പോൾ വിഴിഞ്ഞം യാഥാർത്ഥ്യമായില്ലേ? ഇനി ശബരിമല എയർപോർട്ട് വരാൻ പോകുന്നു. അപ്പോൾ വികസനത്തിൻ്റെ രംഗത്ത് ഗവൺമെൻറ് ആഗ്രഹിച്ച, ഇപ്പോൾ ആദ്യത്തെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ഇവിടെ വന്നില്ലേ? സയൻസ് പാർക്ക് ഇവിടെ വന്നില്ലേ? ഇതെല്ലാം പുതിയ ഈ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ഗവൺമെൻറ് പ്രഖ്യാപിച്ച നേട്ടങ്ങൾ. അതെന്തിനാണ് നമ്മൾ മറച്ചു പിടിക്കുന്നത്? അത് കഴിയുന്നത്ര as early as possible. ഇല്ല, ഞങ്ങൾ ഈ കാര്യത്തിൽ ഞങ്ങൾ ആരെയും ആക്ഷേപിക്കുന്നില്ല. ഞങ്ങൾ എന്ത് ചെയ്തു എന്നുള്ളത് ഫാക്റ്റ് ആൻഡ് ഫിഗർ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു യാഥാർത്ഥ്യബോധത്തോടു കൂടി. അത് മനസ്സിലാവുന്നവർ ജനങ്ങൾ തീരുമാനിക്കട്ടെ. ഇനി ബാക്കി കാര്യങ്ങളെല്ലാം ഇതിൽ നടന്ന കാര്യങ്ങൾ A to Z കാര്യങ്ങൾ ഞങ്ങൾ 1 by 1 ആയി കൃത്യമായി പറഞ്ഞു. അതിൽ മറ്റേതെങ്കിലും തരത്തിൽ ആരെയും ആക്ഷേപിക്കുകയോ ആരെങ്കിലും മാറ്റി നിർത്തുകയില്ല. ചെയ്ത കാര്യങ്ങൾ ഓരോരുത്തരും ചെയ്ത് കൃത്യമായി പറഞ്ഞു. ഇല്ല, നമുക്ക് അത് പറയേണ്ടത് അവരാണ്. നമുക്കിപ്പോൾ ആഗ്രഹിക്കുന്നതിന് തടസ്സമില്ല, പ്രതീക്ഷിക്കാം. ഞാൻ പറഞ്ഞല്ലോ, നമ്മളിപ്പോഴും ആ പ്രതീക്ഷ കൈവിട്ടിട്ടില്ലെന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു. നമ്മൾ ഇതുവരെ മറ്റൊരു രൂപത്തിലൊന്നും സംസാരിച്ചില്ല. ഞങ്ങളിത് വീണ്ടും ചൂണ്ടിക്കാണിച്ച കത്തിനകത്ത് തൂത്തുക്കുടിക്ക് കൊടുത്തപ്പോൾ 1114 കോടി രൂപ ഗ്രാൻഡായി തന്നെ കൊടുത്തിരിക്കുന്നു. പിന്നെ എന്തുകൊണ്ട് കേരള സംസ്ഥാനത്തിന്, വിഴിഞ്ഞത്ത് ഈ സമൂഹത്തിന് അത് ഗ്രാൻഡായി തരുന്നില്ല? സിമ്പിൾ ക്വസ്റ്റ്യനാണ് നമ്മുടെ. ഞങ്ങൾക്ക് ഈ കാര്യത്തെ സംബന്ധിച്ചോളം നിങ്ങളുടെ അഭിപ്രായം മനസ്സിലുണ്ടെങ്കിലും കേന്ദ്ര പ്രധാനമന്ത്രി വരണമെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് നിഷ്കർഷിച്ചാൽ വേണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റുമോ സുഹൃത്തെ? ഒന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് പ്രധാനമന്ത്രി ഓഫീസ് തിരിച്ച് മെസ്സേജ് വന്നിരിക്കുന്നു, ഇന്നയാളൂടെ വേണം. അപ്പോൾ മുൻ കേന്ദ്രമന്ത്രി എന്ന രൂപത്തിലാണ്, BJP അധ്യക്ഷൻ എന്ന രൂപത്തിലല്ല അത് തന്നിരിക്കുന്നത്. അല്ല ഉണ്ട്, പക്ഷേ ഇതേ തന്നുള്ളൂ അവർ നിർദ്ദേശിച്ചതാണ്. അപ്പോൾ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇങ്ങനൊരു കാര്യം പറഞ്ഞാൽ നിരാകരിക്കാൻ സംസ്ഥാന ഗവൺമെൻറ് കഴിയുമോ? കഴിയില്ല. ഇല്ലല്ല, അവർ നിർദ്ദേശിക്കുന്നതിന് മുമ്പ് ഞാൻ ക്ഷണക്കത്ത് കൊടുത്തു. അതെ, നിങ്ങൾ അദ്ദേഹം പറയുന്നത് മാത്രം വെച്ചത് ഞാൻ പറയുന്നതോട് ഇതൊന്ന് കേട്ടിട്ട് പറയില്ല. നിങ്ങൾ ഇതൊന്നുകൂടി മനസ്സിലാക്ക്. അദ്ദേഹം പറയുന്നത് മാത്രം പ്രസംഗിച്ചുകൊണ്ട് നടക്കാതെ, അവരുടെ വക്കാലത്തുമായിട്ട് നിൽക്കാതെ നിങ്ങൾ ഈ കാര്യത്തിൽ സംബന്ധിച്ച കാര്യം കൊണ്ട് പറയും. അതെ, ഇവിടുന്ന് നമ്മുടെ പ്രപ്പോസൽ കൊടുത്തതിന് വ്യത്യസ്തമായി ഇന്നയാളോട് വേണം എന്നവിടെ നിർദ്ദേശിക്കുമ്പോൾ ആ പേരോട് ഇൻക്ലൂഡ് ചെയ്യാൻ പറയുന്നു.
നമ്മളിവിടെ ആരെയും പ്രതിപക്ഷത്തിന് ഉപേക്ഷിച്ച് നിങ്ങളൊരു കാര്യം ചെയ്യും, പരിശോധിച്ച് നോക്കും. 21-ാം തീയതി ഞങ്ങൾ നമ്മുടെ ULCCയുടെ ക്രാഫ്റ്റ് വില്ലേജിലാണ് സംഘാടക സമിതി കൂടിയത്. ആ യോഗത്തിൽ സ്ഥല MLAയും MPയും ക്ഷണിച്ചിരുന്നു. രണ്ടുപേരും പ്രതിപക്ഷത്തെ ആളുകളാണല്ലോ. അന്ന് അവർ പങ്കെടുത്തില്ല. നിങ്ങൾ വിൻസെൻ്റിനോട് വിളിച്ച് ചോദിക്കുക. അദ്ദേഹം എന്നോട് വിളിച്ച് പറഞ്ഞു, ഞാനിങ്ങനെ കാസർഗോഡ് ഒരു പരിപാടി ആയതുകൊണ്ട് പങ്കെടുക്കില്ല എന്ന് അദ്ദേഹം പറഞ്ഞൊരു മാന്യത കാണിച്ചു. പക്ഷേ MP അതും പറഞ്ഞില്ല. ഇവർ രണ്ടുപേരും പങ്കെടുത്തില്ല. അതിനുശേഷം ഞങ്ങൾ വീണ്ടും 23-ാം തീയതി സ്വാഗത സംഘ ഓഫീസ് ഉദ്ഘാടനം വെച്ചു. രണ്ടുപേരും ക്ഷണിച്ചു, രണ്ടുപേരും വന്നില്ല. എന്നിട്ടും ഞങ്ങൾ വീണ്ടും ഇവരുടെ പേര് ഉൾപ്പെടുത്തിയാണ് മുന്നോട്ട് കൊടുക്കുന്നത്. ഞങ്ങൾ ഇവരെ ആരെയും ഉപേക്ഷിച്ചിട്ടില്ലല്ല. അപ്പോൾ പിന്നെ നിങ്ങൾ ഈ പൊളിറ്റിക്സ് പറഞ്ഞു ഇല്ല, അതവർ ചെയ്യട്ടെ. അവർക്ക് അതിനുള്ള അവകാശമുണ്ട്. നമുക്ക് ക്ഷണിക്കാനുള്ള അവകാശം പോലെ തന്നെ നിരാകരിക്കാനുള്ള അവകാശം അവർക്കും ഉണ്ട്. അതിന് നമ്മൾ ചോദ്യം ചെയ്യുന്നില്ല. അല്ല, നമുക്കിത് ഇക്കാര്യത്തെ സംബന്ധിച്ചോളം ഒരു പൊതു ചടങ്ങ് നടക്കുമ്പോൾ ഈ ഗവൺമെൻറ് വാർഷികം നടക്കുന്ന സമയത്ത് നടക്കുന്ന നല്ല പരിപാടി ഗവൺമെൻറ് ചെയ്തത് വാർഷികമായിട്ട് ഞങ്ങൾ ആഘോഷിക്കുന്നതിന് എന്താ കുഴപ്പം? തലേദിവസം നാളെയാണ്. തലേദിവസം അല്ല, നിങ്ങൾ മനസ്സിലാക്കിയത് തെറ്റാണ്. തലേദിവസം എന്ന് പറയുന്നത് നാളത്തെ കഴിഞ്ഞാൽ നടക്കുന്നത്. നാളത്തെ കഴിഞ്ഞ് നടക്ക് നാളെ അയക്കുകയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞ വാചകം ശരിയാണ്. ഇല്ല, നിങ്ങൾ വെറുതെ നിങ്ങൾ അതിനുവേണ്ടി രാഷ്ട്രീയമായി വ്യാഖ്യാനിക്കുന്നതാണ്. ഞങ്ങൾക്ക് ഈ മെസ്സേജ് പ്രധാനമന്ത്രി ഈ ഭീകര സംഭവങ്ങൾ ഉണ്ടായതിനു ശേഷം പരിപാടി ക്യാൻസൽ ചെയ്യുമോ എന്ന രൂപത്തിലൊരു സംശയം വന്നിരുന്നു. ആ സംശയം ദൂരീകരിച്ച് കിട്ടത് മിനിങ്ങാന്ന് രാത്രിയാണ്. ഇല്ല, പരിപാടിക്ക് മാറ്റമില്ലാതെ മിനിങ്ങാന്ന് രാത്രി അറിയിച്ചപ്പോൾ അപ്പം തന്നെ തിരിച്ച് കത്ത് കൊടുക്കേണ്ടവർക്കെല്ലാം കത്ത് കൊടുത്തു തുടങ്ങി. അപ്പോൾ ആ രൂപത്തിൽ കൊടുത്തു. തലേദിവസം കൊടുക്കേണ്ടതാണെങ്കിൽ നാളെ കൊടുക്കേണ്ടത്. നിങ്ങൾ പറഞ്ഞു അത് തെറ്റിദ്ധരിക്കണ്ട. അല്ല, മാധ്യമപ്രവർത്തകരെ എല്ലാവരും പരിപാടിക്ക് ക്ഷണിക്കുക മാത്രമല്ല, എല്ലാവരും നമുക്കൊരു സന്തോഷകരമായ സന്ദർഭമാണ്. നമുക്ക് ഉച്ചഭക്ഷണം എല്ലാവരും കൂടി ഒന്നിച്ച് ഇവിടെ ഹയാത്ത് റീജൻസിയിൽ ഒന്നിച്ച് എല്ലാവരും കൂടി ഭക്ഷണം കഴിയും. സന്തോഷ നിർഭരം. ഇതുവരെ പൊതുവിൽ നിങ്ങളിങ്ങനെയൊക്കെ സംസാരിച്ചാലും മാധ്യമങ്ങൾ പൊതുവിൽ വിഴിഞ്ഞത്തിനെ സംബന്ധിച്ചോളം നല്ല പോസിറ്റീവായിട്ടുള്ള വാർത്തയാണ് കൂടുതൽ. അല്ല, ഞാൻ വെറുതെ പറഞ്ഞല്ല. നിങ്ങൾ സംശയം എന്തുവേണമെങ്കിലും ചോദിച്ചാൽ എനിക്ക് എത്ര ചോദിച്ചാലും ഇരിക്കുന്നതിനും നടക്കുകയില്ല. എല്ലാത്തിനും എനിക്ക് മറുപടിയുണ്ട്. അതിലൊന്നും തർക്കമില്ല. ഞാൻ ഈ സന്ദർഭത്തിൽ എല്ലാവരും കൂടി ഈ കാര്യത്തെ സംബന്ധിച്ചോളം സന്തോഷകരമായൊരു സന്ദർഭം പങ്കിടുന്നു. അതിന് സംബന്ധിക്കണം എന്നുകൂടി ക്ഷണിക്കുക. എന്തോ അതാണ് ഞാൻ പറഞ്ഞല്ലോ. മറ്റേ ചീഫ് സെക്രട്ടറി അധ്യക്ഷയായി ഒരു കമ്മിറ്റി രൂപീകരിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് NHAയുമായി സംസാരിച്ച് ധാരണയാക്കിയിട്ടുണ്ട്. അതിൻ്റെ ബാക്കി പ്രവർത്തനം കൊണ്ടുപോകും. ക്ഷണിക്കും, ഞങ്ങൾ ക്ഷണിക്കുന്നുണ്ട്. ഇല്ല, എല്ലാവരും കത്ത് കൊടുത്ത് ക്ഷണിക്കും. ഇല്ല, പ്രോഗ്രാം അല്ല, ഇപ്പം അവരുമായിട്ടുള്ള സംസാരിച്ച് 110 കോടിയിലധികം രൂപ അവിടുത്തെ വിവിധ തരത്തിലുള്ള ഈ സാമൂഹ്യ ആഘാതത്തിൽ വന്നിട്ടുള്ള വിഷമം അനുഭവിക്കുന്ന വിഭാഗങ്ങൾക്ക് കൊടുക്കേണ്ട പണം വിതരണം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അത് ഞങ്ങൾ നേരത്തെ ഒരു വാർത്താസമ്മേളനത്തിൽ പറഞ്ഞതാണ്. യെസ്, നിങ്ങൾക്കേ ഉള്ള വിവാദം, ഞങ്ങൾക്കൊരു വിവാദവും ഇല്ല. ഇല്ല, ആർക്കും വിവാദം വേറെ ഇല്ല. ഔദ്യോഗിക സന്ദർശനം അവിടെ വേറെ മീറ്റിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഒഫീഷ്യൽ മീറ്റിംഗ് ഇല്ല. ഇപ്പം നിങ്ങൾ വന്നാലും നിങ്ങളുടെ കുടുംബം കൂടെ വന്നാലും ഒന്ന് കാണണമെന്ന് പറഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും അവിടെ പെർമിഷൻ തരും കാണാൻ. ഉദ്ഘാടനത്തിന് നമ്മുടെ ഒരു മെഗാ പ്രോജക്റ്റാണ്. അത് കാണുന്നതിന് വേണ്ടി പിന്നെ എത്രയോ പേര് കാണാൻ വന്നോട്ടെ ചോദിച്ചു വന്ന് കാണും. അല്ല, എന്ന് ആര് പറഞ്ഞു? നിങ്ങളല്ലേ വ്യാഖ്യാനിക്കുന്നത്. ഞങ്ങൾക്കത് അവിടെ ഞങ്ങളൊരു മീറ്റിംഗും വിളിച്ചിരുന്നില്ല, ഒരു ഔദ്യോഗിക പരിപാടി ഉണ്ടായിരുന്നില്ല. അവിടെ വന്നപ്പോൾ സ്വാഭാവികമായിട്ട് ഞങ്ങൾ വിലയിരുത്താൻ സ്വാഭാവികമായിട്ട് പ്രൈം മിനിസ്റ്റർ വരുന്നൊരു പരിപാടി പരിശോധിക്കണ്ടേ? അതിന് ഞങ്ങൾ പോയിരുന്നു. അത് നിങ്ങൾക്കേ ഉള്ളൂ, ഞങ്ങൾക്കില്ല. ഞങ്ങൾ അവിടെ യഥാർത്ഥത്തിൽ ഈ കാര്യത്തിൽ ഇല്ല, ഞങ്ങൾ അങ്ങനെ പറഞ്ഞിരുന്നില്ല. അദ്ദേഹം ഈ കാര്യത്തെ സംബന്ധിച്ച് അവിടെ സന്ദർശിച്ചു, കാണാൻ വരിക സ്വാഭാവികം. ഒരു മീറ്റിംഗ് ഇവിടെ നടന്നിരുന്നില്ല.